നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന ആറുവരിപ്പാതയുടെ സർവീസ് റോഡിന് സമീപം ഹോട്ടലിലെ മലിനജലം തള്ളിയ നിലയിൽ. ഇതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. മലപ്പുറം മെഴരിക്കോടാണ് സംഭവം. ചെറുചോല കായാംകുളം റോഡിന് സമീപമാണ് രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളിയിരിക്കുന്നത്. ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന ആറുവരിപ്പാതയുടെ സർവീസ് റോഡിനോട് ചേർന്ന് ഹോട്ടലിലെ മലിനജലം തള്ളുകയായിരുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. ഉയർന്ന ഭാഗത്തു നിന്നും മലിനജലം തള്ളിയതോടെ താഴെ ഭാഗങ്ങളുള്ള വീടുകളിലേക്ക് മറ്റും വെള്ളം ഒഴുകിയെത്തിയതായും നാട്ടുകാർ പരാതിപ്പെടുന്നു. തുടർന്ന് എടരിക്കോട് പഞ്ചായത്ത് അധികൃതരെ പ്രദേശത്തുകാർ വിവരം അറിയിക്കുകയായിരുന്നു. സംഭവം പറഞ്ഞ് എടരിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുദ്ദീൻ തയ്യിൽ, ജനപ്രതിനിധികളായ സക്കീന പതിയിൽ, CT അഷ്റഫ്, മജീദ് കഴുങ്ങിൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജയറാം, പഞ്ചായത്ത് സെക്രട്ടറി റോഷൻ എന്നിവർ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ഇത്തരം മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുദ്ദീൻ തയ്യിൽ പറഞ്ഞു. ഇവിടെ നിന്ന് പ്രദേശവാസികൾ വിളിച്ചു പറഞ്ഞപ്പോഴാണ് നമ്മൾ സംഗതി അറിയുന്നത്. ഹോട്ടലിൽ നിന്നുള്ള മലിനജലം ഒരുപാട് സമയമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് ഇവിടെ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. അപ്പോൾ എന്തായാലും ശക്തമായ നടപടി ഉണ്ടാവും. ആളുകളെക്കുറിച്ച് സൂചന കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ആളുകൾ ഐ വിറ്റ്നസ് ഉണ്ട്, കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. വാഹനത്തിൻ്റെ പുറകെ പോയി ആളെ അറിയാമെന്നുള്ള വിവരമാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും അവരെ പിടിക്കുകയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും നല്ല രീതിയിലുള്ള ഫൈന് നൽകിക്കൊണ്ട് ഇതിനെതിരെ നടപടിയെടുക്കുന്നതായിരിക്കുമെന്ന് അറിയിക്കുകയാണ്. ചെറുചോല കടയാംകുളം റോഡിന് സമീപമാണ് രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളിയിരിക്കുന്നത്. ഇവിടെ ഇതിനോട് ചേർന്ന് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. വാഹനങ്ങൾ ഇതുവഴി കടന്നുപോയതോടെ റോഡിലെല്ലാം മലിനജലം പരന്ന നിലയിലാണ്. കടുത്ത ദുർഗന്ധവും വമിച്ചതോടെയാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. ദിവസങ്ങൾക്ക് മുമ്പും പ്രദേശത്ത് മലിനജലം ഒഴുക്കിയതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് എടരിക്കോട് പഞ്ചായത്തിന്റെ തീരുമാനം. മലബാർ ടൈംസ്, കോട്ടയ്ക്കൽ.